കർത്താവിൻ്റെ തനിവര നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രദമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന പ്രാർത്ഥന സഹകരണം നിൽക്കുന്ന അഭിധികംഷരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ ദൈവം നമ്മെ ജോത്സവമായി നടത്തുവാൻ്റെ എത്തുന്നു. ദൈവനത്തിന് ശക്തിയാൽ നിറച്ച് ഒരു വിജയകരമായ ക്രിസ്തു നയിപ്പാൻ കർത്താവ് സഹായിച്ചല്ലോ. ഈ വരുന്ന പുതിയ ആഴ്ചയിൽ ജീവിപ്പാൻ ദൈവകൃപ ദൈവം പകരണനായിട്ട് നമുക്ക് ആവശ്യമുള്ള ദൈവശബ്ദം കർത്താവ് അത് കേൾപ്പിക്കാനായിട്ട് പ്രാർത്ഥനയോട് ആയിരുന്ന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഓർപ്പിച്ച തിരുവചന വെളിപ്പാടിലേക്ക് നിങ്ങൾ ശ്രദ്ധ താല്പര്യപ്പെടുകയാണ്. കരുണാപ്രമസി എല്ലാ ദിവസവും 4 തൊട്ട് 5 വരെ മോർണിംഗ് ഡിവോഷൻ നടക്കുന്നുണ്ട്. സ്തോത്രം. അനേക വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനും ഒടുവിലായാലേക്ക് സന്ദേശവും കേട്ട് പിരിയുന്ന ഏകദേശം 30ഓളം ഫാമിലീസ് രാവിലെ സഹകരിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും ആമേൻ സ്തോത്രം. ഈ മിനിസ്ട്രിയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഏകദേശം 77ഓളം ഫാമിലീസ് ഒരുമിച്ച് പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഈ മിനിസ്ട്രിക്ക് പിന്തുണ നൽകുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാവിലെ ദൂതനായ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 86-ാം സങ്കീർത്തനം അവസാന വാക്യം. ആമേൻ. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: എന്നെ പയക്കുന്നവർ കണ്ണിലെത്തിക്കുന്നത് നന്മയ്ക്കായി ഒരടയാളം എനിക്ക് തരണമേ. ഷോ മീ എ സൈൻ. ഒരടയാളം എന്നെ കാണിക്കണമേ, ഒരടയാളം കാണിക്കണമേ. ഇന്ന് രാത്രിയിൽ ഇന്ന് രാവിലെ സമയത്ത് ദൈവത്തിനാത്മാവ് നമ്മൾ അർപ്പിക്കുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ട് കർത്താവേ എനിക്കൊരടയാളം തരണമേ. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നാളുകളായി ജാഗരിക്കുന്ന, നാളുകളായി പരിശ്രമിക്കുന്ന പല വിഷയങ്ങൾക്ക് ആ ഒരു പരിഹാരം വരുന്ന നിലയിൽ കർത്താവ് ചില അടയാളങ്ങളെ ചെയ്യാൻ പോകുന്നുവെന്ന് ദൈവമാവ് ഓർപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലും യേശുവിൻ്റെ കാലഘട്ടത്തിലും എല്ലാം അടയാളങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണുവാനിടയാകുന്നു. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ യേശുവും അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ച് പങ്കെടുത്തൊരു കല്യാണത്തിന് വീഞ്ഞ് തീർന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടായ. സ്വന്തം സമയൊരുക്കുഴ അവിശേഷിക്കുന്നില്ല. അവിടുത്തെ ആ പ്രതിസന്ധി പരിഹരിക്കുവാനായിട്ട് അവിടെ നടന്ന കാര്യം യേശു പറഞ്ഞ പോലെ ആ ശുശ്രൂഷക്കാർ ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? 12-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളെ ആരംഭമായി ഗലീലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്നാണ് ഇരിക്കുന്നത്. സ്തോത്രം. അടയാളാരംഭം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലെ ആദ്യത്തെ സംഭവമാണ് ചെയ്തത്. കാനാവിലെ കല്യാണത്തിനുള്ള പച്ചവെള്ളം വീഞ്ഞാക്കിയ അനുഭവമാണ്. സ്തോത്രം. ഒരു നിലയിലും പ്രതീക്ഷിക്കാത്ത ആ ഒരു വിടുതലാണ് അവിടെ നടക്കുവാനിടയാക്കുന്നത്. ആ ഭവനമോ ആ ദേശമോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദൈവപ്രവൃത്തി യേശുവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ അവിടെ കാണുവാനിടയായി. അത് യേശുവിൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിട്ട് രേഖപ്പെടുത്തി എന്നവിടെ യോഹന്നാൻ പറയുക. 4-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ 4-ാം അധ്യായം അവസാന പാസേജ് 46 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ സ്തോത്രം രാജഭൃത്യനായ ആ ഒരു മനുഷ്യൻ അവൻ്റെ മകൻ രോഗിയായി തീർന്നുകൊണ്ട് യേശുവിനോട് പറയുകയാണ്: യേശുവേ, എൻ്റെ മകൻ മരിപ്പാറായിരിക്കുന്നു, അവനെ വന്ന് ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് അപേക്ഷിച്ചു. സ്തോത്രം. അവനെ യേശു അടുക്കൽ കടന്നു വന്നു. അപ്പോൾ അങ്ങനെ യേശു തന്നോട് പറയുന്ന കാര്യം ഇപ്രകാരമാണ് അവിടെ ഇരിക്കുന്നത്: നിങ്ങൾ അടയാളങ്ങൾ കണ്ടിട്ടല്ല വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്: കർത്താവേ, പൈതൽ മരിക്കും മുമ്പേ വരണമേ. യേശുവിനോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരെയിരിക്കുന്നത്? 54-ാം വാക്യം. യേശു ഇത് ആമേൻ 2-ാമത്തെ അടയാളമായി ചെയ്തു. അപ്പോൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ അടയാളങ്ങൾ എന്നുള്ളത് ഒരു പ്രത്യേകമായ പഠന വിഷയമാണ്. മർക്കോസ് 16-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ വായിക്കുന്ന, നമ്മൾ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ ഉറപ്പിക്കുന്ന അടയാളങ്ങൾ
നടന്നാൽ മാത്രമേ വചനം ഉറപ്പിക്കപ്പെടത്തുള്ളൂ. വർഷങ്ങളാൽ പ്രസംഗിക്കുന്ന ബൈബിൾ വായിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. എന്നാൽ ഈ ദിവസങ്ങൾ ദൈവാത്മാവ് പറയുന്നത്, ഇന്ന് രാവിലെ തൊട്ട് ദൈവാത്മാവ് പറയുന്നത്, വചനത്തെ ഉറപ്പിക്കുന്നതിലെ അടയാളങ്ങൾ നിന്റെ വ്യക്തിയിലും ആ ജീവിതത്തിലും നിന്റെ ശുശ്രൂഷയിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിന്റെ തലമുറയിൽ, ആമേൻ സ്തോത്രം, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ രാവിലത്തെ കർത്താവിന്റെ ശബ്ദം. നാളുകളായി ഒരടയാളത്തിന് വേണ്ടി, സ്തോത്രം, ഒരു വിടുതലിന് വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ പറയുകയാണ്, നിന്റെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് തോന്നിയേക്കാം, നിന്റെ പ്രാർത്ഥനയും മറുപടിയെല്ലാം തോന്നിയേക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, നീ ഇന്ന് രാത്രി ഈ രാവിലെ ദൈവാത്മാവ് ഓർപ്പിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും, സ്തോത്രം, ഒരടയാളം ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയാകും. ഒരടയാളം നമ്മൾ വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ഒരു അടയാളം പ്രവർത്തിക്കണമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ആ മൂന്ന് കാര്യം ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മിൽ ഒരു അടയാളം ദൈവം വെളിപ്പെടുത്തും. നമുക്ക് പഴയമത്തിൽ ഒരു മനുഷ്യനെ, ഗിദിയോൻ എന്ന മനുഷ്യനറിയാം. ആ ഗിദിയോന് അദ്ദേഹം എല്ലാ വർഷവും കൃഷി ഉണ്ടാക്കുന്ന കൃഷിവനങ്ങളെല്ലാം ശത്രുരാജ്യങ്ങൾ വന്ന് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഇത് കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ടി ഭാരപ്പെട്ടു. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇനി എന്ത് ചെയ്യില്ല, ഈ വർഷത്തെ എൻ്റെ നന്മ, ഈ വർഷത്തെ എൻ്റെ പ്രാർത്ഥന മറുപടി, ഈ വർഷത്തെ എൻ്റെ അധ്വാനപരം ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കല പറഞ്ഞുകൊണ്ട് ഗിദിയോൻ എന്ത് ചെയ്തു, അവിടെ ചെയ്ത പ്രവൃത്തിയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. എന്നാലും ആ ഗിദിയോൻ ചെയ്ത പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതനെ അയച്ചിട്ട് പറയാം, അല്ലയോ പരാക്രമശാലി യഹോവ നിന്നോട് കൂടി ഉണ്ട്, നീ എന്ത് ചെയ്യും, മിദ്യാനിലെ തോൽപ്പിക്കാൻ ഞാൻ പറയുകയുണ്ടായി. പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗിദിയോൻ ചോദിച്ചു, ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു അടയാളം ദൈവത്തിന് നടക്കണമെന്ന് പറയുന്നുണ്ടായി. തന്നെ 2 പരീക്ഷകൾ നടത്തി. ആ 2 പരീക്ഷയിൽ ആ അടയാളക്കൂടെ ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തുകയും ഗിദിയോൻ വെറും 300 പേരെ കൊണ്ട് ആ രാജ്യത്തെ തോൽപ്പിച്ച് വിജയാളിയെ മാറുവാൻ കാരണമായിരുന്നു. സ്തോത്രം. ഇന്ന് രാവിലെ പരിശുദ്ധന്മാർ പറയുന്നു, സ്തോത്രം, നീയും നിന്റെ ജീവിതത്തിൽ ഒരു അടയാളം ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നാളുകളായി പരാജയപ്പെട്ട് നിൽക്കുന്ന, നാളുകളായി വഴിമുട്ടി നിൽക്കുന്ന, നാളുകളായി മുൻപോട്ട് പോകാൻ പറ്റാതിരിക്കുന്ന നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ ഇന്ന് രാവിലെ ഒരടയാളം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതിനായി നീ എടുക്കേണ്ട ഈ 3 സ്റ്റെപ്പുകൾ നീ ശ്രദ്ധിക്കുമെങ്കിൽ ദൈവത്തിന് ആത്മാവ് ചെയ്യുമെന്ന് ദൈവാത്മാവ് പ്രവചന ശബ്ദമായി രാവിലെ ഓർപ്പിക്കുകയാണ്. സ്വന്തം ഒന്നാമത്തെ കാര്യം, ഇവിടെ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞു, ഒന്ന്, എനിക്കൊരാഗ്രഹം വേണം, കർത്താവെ എൻ്റെ ജീവിതത്തിന് അടയാളം ചെയ്യണമേ. ഒന്നാമത് ഒരു ആഗ്രഹം ആവശ്യമാണ്. എസ്തേർ പുസ്തകം 5-ാം അധ്യായം 3-6 വാക്യങ്ങൾ, എസ്തേർ പുസ്തകം 7-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഈ വാക്യം കാണുമ്പോൾ നിന്റെ ആഗ്രഹം എന്ത്? സംഘത്തെ 27-4-ാം വാക്യം, നിന്റെ ആഗ്രഹം എന്ത്, അപേക്ഷയെന്ത്? സംഘടന പറയാൻ എൻ്റെ അപേക്ഷയും ആഗ്രഹം ഒന്ന് തന്നെയാണ്. ഒരാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അടയാളം വെളിപ്പെടുത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇവിടെ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 50-ാം വാക്യത്തിൽ യേശു പറഞ്ഞ വാക്ക് അവൻ വിശ്വസിച്ചു. നിനക്ക് വിശ്വാസം ആവശ്യമാണ്. യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കണം. യേശുവിൻ്റെ ശബ്ദം വിശ്വസിക്കണം. ഇന്ന് രാവിലെ നിന്നോട് സംസാരിക്കുന്ന ഈ ശബ്ദം നീ വിശ്വസിക്കണം. സ്വന്തം വിശ്വസിക്കാൻ സമയമില്ലല്ലോ. മൂന്നാമത്, അനുസരിച്ചു, വിശ്വസിച്ചു, ആ മനുഷ്യൻ പോയി. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചു, ആ മനുഷ്യൻ പോയി, അവൻ അനുസരിച്ചു. മൂന്നാമത്തെ പോയിന്റ്, അനുസരിക്കുക എന്നുള്ളതാണ്. സ്വന്തം അവിടെ വായിക്കും, അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവൻ എതിരേറ്റു വന്നു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവൻ അനുസരിച്ച് മുമ്പോട്ട് യാത്ര ചെയ്തു. ഇന്ന് രാവിലെയും യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് കാൽ വെച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിപ്പാൻ പോവുകയാണ്. ആമേൻ, സ്തോത്രം. അവിടെ രാജഭക്തൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നു, രാജഭക്തൻ അങ്ങോട്ട് ചെല്ലുന്നു. അവൻ വഴിയിൽ അവർ മീറ്റ് ചെയ്യാൻ പറയുകയാണ്, കുഞ്ഞ് സൗഖ്യമായി, ഒരു കുഴപ്പമില്ല. എപ്പോഴാണ് സംഭവിച്ചു ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ചപ്പോഴാണ്. ഇന്ന് രാവിലെ ദൈവം പറയും, നിന്റെ ജീവിതത്തിലും ഒരടയാളം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുക. 3 കാര്യം ശ്രദ്ധിക്കും. ഒന്ന്, ഒരടയാളത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന ആവശ്യമുണ്ട്, ഒരാഗ്രഹം ആവശ്യമുണ്ട്. അങ്ങനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, ആഗ്രഹിച്ച് ഉപസിക്കുമെങ്കിൽ നിശ്ചയമായും കർത്താവ് പ്രവർത്തിക്കും. രണ്ടാമത്തെ കാര്യം, നീ വിശ്വസിക്കണം. കർത്താവിന് സംസാരിക്കുമ്പോൾ, നീ മുട്ടുമ്പോൾ ദൈവത്തിനോട് സംസാരിക്കും, അപ്പോൾ നീ വിശ്വസിക്കുക. മൂന്നാമത്, വിശ്വാസം അനുസരിച്ച് നീ മുമ്പോട്ട് കാൽ വെക്കുക, നീ അനുസരിക്കുക, നീ ചലിക്കുക. അവിടെ വായിക്കുന്നു, അവൻ പോകയിൽ ഒരു വിട നടക്കുവാനായിട്ടിടയായി. ഇന്ന് രാവിലത്തെ ദൂത് നിനക്ക് അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ,
ഈ രാവിലെ ഇതിനു മുമ്പാകെ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട അനുഗ്രഹിക്കണം. ഒരു അടയാളത്തിന് വേണ്ടി നാളുകളായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ മേൽ ഒരു അടയാളം കർത്താവ് അയക്കണനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഇമ്മ്യൂൺ സ്റ്റെപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഈ ആഴ്ചയിൽ ഒരു അടയാളം നടക്കുവാൻ കർത്താവ് ഇടയാക്കണം. ഞങ്ങളുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.